കുറയും എന്നുള്ള രീതിയിൽ കുറെ പേര് ടിക്കറ്റ് എടുക്കാതെ ഇരിക്കുന്നുണ്ട്. ഹായ്, ഇപ്പൊ നമ്മള് ലാസ്റ്റ് കസ്റ്റമേഴ്സിന്റെ അടുത്തൊക്കെ നമുക്ക് ഭയങ്കര ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, എന്താണ് ഇത്ര ടിക്കറ്റ് ഫെയർ എന്ന് വെച്ചിട്ട്. ഇതിലിപ്പോ എന്താ പറയാ, കാരണം എന്തുകൊണ്ടാണ് ഇത്രയും റേറ്റ് കൂടാനുള്ള ഒരു കാരണം? ഒന്നാമത് ഇപ്പോഴത്തെ ഒരു സിനാരിയോ എല്ലാവർക്കും അറിയാലോ, ഒരുപാട് ഫ്ലൈറ്റ്സ് ക്യാൻസൽ ആണ്, പ്ലസ് സീസൺ ആണ്, പിന്നെ ഇപ്പോഴത്തെ യുദ്ധത്തിന്റെ കാരണത്താൽ ഫ്യൂൽ സർചാർജും കൂട്ടിയിട്ട് അതിലും പ്രൈസ് കൂടിയിട്ടുണ്ട്. ഇപ്പൊ ലാസ്റ്റ് സൗദി എയർലൈൻസ് തന്നെ അപ്ഡേഷൻ വന്നത് എത്ര, ഐ തിങ്ക് $100 എന്തോ ആണ് ചാർജ് കൂട്ടിയിട്ടുള്ളത്, ഫ്യൂൽ സർചാർജ് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ ടാക്സസും എല്ലാം കൂടിയാണ് മെയിൻലി റീസൺ വന്നിട്ടുള്ളത്. വെക്കേഷന്റെ ഒരു ഇതും വരുന്നുണ്ടല്ലോ ഈ ഒരു സമയത്തൊക്കെ. ഓക്കെ, അല്ല അപ്പൊ നമുക്കിപ്പോ ഓൾറെഡി ഇപ്പോ UAE നോക്കുക, അതേമാതിരി സൗദി ഒക്കെ നോക്കണമെന്നുണ്ടെങ്കിലൊക്കെ ഭയങ്കര ടിക്കറ്റ് റേറ്റ് ആണ്. അതായത് ഇപ്പോ ഒരു ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ നോർമലി ഇപ്പൊ എല്ലാവരും തിങ്ക് ചെയ്യേണ്ടത് കുറയും എന്നുള്ള രീതിയിൽ കുറെ പേര് ടിക്കറ്റ് എടുക്കാതെ ഇരിക്കുന്നുണ്ട്. ഈ യുദ്ധം ഇങ്ങനെ നീളുകൊണ്ടാണ് ആ ഒരു സിനാരിയോ വരുന്നത്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാല് ടിക്കറ്റ് റേറ്റ് കുറയാനുള്ള ഒരു ചാൻസ് കാണുന്നില്ല അല്ലെ? പ്രതീക്ഷ കുറവാണ്. ഇനി ഇപ്പൊ ഒന്നാമത് ഈ സീസണും കൂടി വരുന്ന സമയം കൊണ്ട് ടിക്കറ്റ് പ്രൈസ് കുറയാൻ വളരെ ചാൻസ് കുറവാണ്. അതെ, അല്ല അപ്പോ നമ്മളിപ്പോ കസ്റ്റമേഴ്സിനെ കാണുന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ഗ്രൂപ്പ് ഫെയർസും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അതല്ലാതെ വേറെ എന്തെങ്കിലും ഓപ്ഷൻസുകൾ ഇപ്പോ ഈവൻ ഗ്രൂപ്പ് ഫെയർസ് ആണെങ്കിലും ഇപ്പോ നോർമൽ ടിക്കറ്റിനെക്കാളും ചെറിയൊരു ലൈക്ക് ഒരു 5,000 ഒക്കെയാണ് കുറവ് വരുന്നത്. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് സൗദിന്ന് ഉംറ വിസ ലാസ്റ്റ് 18 ലാസ്റ്റ് ഡേറ്റ്. ആ ഒരു സമയത്ത് ഇപ്പൊ നമ്മൾ ചെയ്ത ശ്രീലങ്ക വഴി ഒരു പാക്കേജ് രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സൗദി എന്ന് ചെയ്തേന്ന് നേരെ കൊളംബോ, ശ്രീലങ്കൻ എയർലൈൻസ് എടുത്തിട്ട് കൊളംബോയിലേക്ക്, പിന്നെ അവിടുന്ന് നെക്സ്റ്റ് ഫ്ലൈറ്റ് നാട്ടിലേക്ക്. ലൈക്ക് ഇപ്പൊ ചെന്നൈ ആണെങ്കിൽ ചെന്നൈ, കൊച്ചി ആണെങ്കിൽ കൊച്ചി എന്നുള്ള രീതിയിൽ അതിപ്പോ നമ്മള് ഡയറക്റ്റ് ഫ്ലൈറ്റ് എടുക്കുന്ന സമയത്ത് സൗദി എയർലൈൻസിന് 8,000 1 lakh എബോ ഒക്കെ ആയിരുന്നു ടിക്കറ്റ് പ്രൈസ്. ഇത് ഇങ്ങനെ നമ്മൾ ചെയ്തതുകൊണ്ട് അറൌണ്ട് പെർ പേഴ്സൺ നമുക്ക് അറൌണ്ട് 20,000 to 30,000 പെർ പേഴ്സൺ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നല്ലൊരു എമൗണ്ട് ടിക്കറ്റ് റേറ്റ് നമുക്ക്. ലൈക്ക് ഇപ്പൊ ഒരു 5 പാസഞ്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ 1 lakh rupees ആണ് നമുക്ക് അവിടെ കുറഞ്ഞിട്ട്. നമ്മളിപ്പോ അറൌണ്ട് ഇപ്പൊ ലാസ്റ്റ് 18-ാം തീയതി മുമ്പായിട്ട് ഐ തിങ്ക് 20 to 30 പാസഞ്ചേഴ്സ് നമ്മളിപ്പോ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. നമ്മള് റിവ്യൂ എടുത്തതാണ്, എല്ലാവരും ഹാപ്പി. ഇതിൽ തന്നെ നമുക്ക് വേറൊരു ഓപ്ഷന് ശ്രീലങ്കയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പാക്കേജ് ചെയ്തിട്ട് അങ്ങനെ നമ്മളിപ്പോ 2 ഫാമിലിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അപ്പൊ അവർക്ക് അവരെ പൈസ എക്സ്ട്രാ കുറവാണേനോ നമുക്ക് ഒരു രാജ്യം കൂടി കവർ ചെയ്ത് പോരാനും പറ്റില്ല. നല്ലൊരു ഓപ്ഷൻ ആയിട്ടുണ്ടായിരിക്കും. അങ്ങനെ നമുക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ നേരത്തെ എത്തണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് അവിടെ അടുത്ത ഫ്ലൈറ്റിന് കയറി പോരാനും ഫ്ലൈറ്റ് തന്നെ എടുത്തിട്ട് പോലും ചെയ്യാം. അങ്ങനെ ഡയറക്റ്റ് ഇപ്പൊ നമ്മൾ 6 hours ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കണക്ഷൻ എടുക്കുന്ന മാതിരി ഒരു 12 hours ഒക്കെ മാക്സിമം ജേർണി വരുന്നുണ്ടാവുള്ളൂ. അങ്ങനെ സമയം കൊണ്ടാണ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അത് നല്ലൊരു അടിപൊളി രീതിയിൽ അവർക്ക് എന്തായാലും എത്താൻ പറ്റിയിട്ടുണ്ട്. ഇതേമാതിരി ഇപ്പോ ഇനിയിപ്പോഴും ഏകദേശം ടിക്കറ്റ് പ്രൈസ് ഒന്നും വലിയ രീതിയിൽ കുറഞ്ഞിട്ടില്ല. ഇപ്പൊ UAE ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലോ UAE നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു ആ ലെവൽ ഒരു 32 എബോ ആണ് വരുന്നത്. ഇതെന്തായാലും റേറ്റ് കുറയാനുള്ള ഒരു ചാൻസ് കാണുന്നില്ല. ഒന്നാമത് ഇപ്പൊ അതിൽ പറയാനുള്ള കാരണം യുദ്ധം പ്ലസ് സീസണാണ്. പിന്നെ പോരാത്തിന് കൂടുതലും ഭയങ്കര റേറ്റ് കൂടുകയും ചെയ്തു. ഈ കാരണത്താലൊക്കെയാണ് ഇപ്പൊ ഒരു പ്രൈസ് ഇത്രയും ഹൈക്ക് വരാനുള്ള ഒരു കാരണം. ടാക്സ് എമൗണ്ടിൽ തന്നെ നല്ല ഡിഫറൻസ് വന്നിട്ടുണ്ട്. ടാക്സ് എമൗണ്ട് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. അപ്പൊ ഒരു ചാൻസ് കുറവാണ് ഫ്ലൈറ്റ് ടിക്കറ്റിന് റേറ്റ് കുറയാനുള്ള. ഒരു ഏകദേശം ഈ ഒരു റേറ്റ് എന്തായാലും ഇനി ഉണ്ടാവില്ല. കമ്പാരിറ്റീവ്ലി നമ്മൾ ആദ്യം ബേസിക് റേറ്റ് ഒക്കെ ഉള്ളതിനേക്കാളും ഒരു 3,000 5,000 ബേസിക് റേറ്റ് തന്നെ കൂട്ടിയിട്ടുണ്ട്. കൊറോണ കഴിഞ്ഞിട്ട് വന്ന സെയിം സിറ്റുവേഷൻ. കൊറോണക്ക് മുമ്പ് ഏകദേശം UAE ഒക്കെ നോക്കണമെങ്കിൽ 5-6 രൂപയ്ക്ക് ടിക്കറ്റ്, പിന്നെ കൊറോണ കഴിഞ്ഞ് നേരെ 12 മാറി. ഇപ്പൊ അതുപോലെ ഇനി അത് 15 അങ്ങനെ നമുക്കൊരു 8,000 രൂപ ടിക്കറ്റ് കൊടുക്കാന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു ഇതായിരുന്നു. റേറ്റ് കൂടുതലാണ്, ഞങ്ങൾ ട്രാവൽ ചെയ്യണില്ല എന്നുള്ള കസ്റ്റമേഴ്സ് ആയിരുന്നു. പിന്നെ അതൊരു 15 to 20 മിനിമം റേറ്റിലോട്ട് മാറി. പിന്നെ എല്ലാവർക്കും ഒരു നോർമൽ റേറ്റ് എന്ന് വെച്ച് കാണുന്ന ഒരു 15 to 20 ഒരു ബേസിക് റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പൊ ജിദ്ദാണെന്നുണ്ടെങ്കിൽ ഒരു 230 രൂപനുള്ളിലോ ഒരു ബേസിക് റേറ്റ് ആയിട്ട് ചെയ്യുന്നത്. ഇപ്പൊ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ ഒരു ബേസിക് റേറ്റ് എന്ന് പറയുന്നത് ഒരു 30 to 35 എന്നുള്ള ഒരു കൺസെപ്റ്റിലോട്ട് മാറിയിട്ടുണ്ട്. ഇപ്പൊ മാറ്റേണ്ടി വരും. നമുക്ക് ഇതിനൊക്കെ ഓപ്ഷൻ ഉള്ളത് വേറെ രാജ്യം വഴി, ഇപ്പൊ നമ്മൾ ശ്രീലങ്ക വഴി ചെയ്ത മാതിരി അല്ലെങ്കിൽ ചെന്നൈ വഴി അങ്ങനത്തെ ഒക്കെ ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൈസ് ഡൗൺ ആക്കി ചെയ്ത് കൊടുക്കാം. പിന്നെ ഹൈദരാബാദ് പോലുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഡൽഹി പോലുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ എടുക്കുക. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ ഒരു പാക്കേജ് ചെയ്തിട്ട് നാട്ടിൽ പോരുന്ന ടിക്കറ്റ് ഡയറക്റ്റ് എടുക്കുന്നതിന്റെ റേറ്റ് വരില്ല. അതിലിപ്പോ ഓൾറെഡി ഇപ്പൊ ഒരു ഡൽഹി വഴി വരുന്ന ഒരു വേറെ കസ്റ്റമർ ഉണ്ട്, നമുക്ക് അവർക്ക് അവിടെ നമ്മൾ പാക്കേജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഈ രീതിയിലൊക്കെ നോക്കുക. ടിക്കറ്റ് റേറ്റ് കുറഞ്ഞു വരണം എന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതേമാതിരി കുറച്ച് ഉൾട്ട വഴികളൊക്കെ ഒന്ന് തിങ്ക് ചെയ്തിട്ട് നല്ല റേറ്റും കിട്ടും, ഒരു പുതിയ സ്ഥലം നമുക്ക് കവർ ചെയ്യാമല്ലോ. അങ്ങനെ തിങ്ക് ചെയ്തിട്ട് വരാം. അതായത് ചിലപ്പോ രണ്ടും റേറ്റ് നോക്കുന്ന സമയത്ത് മാറ്റം ഉണ്ടാവില്ല, ചെറിയ എമൗണ്ട് ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. പക്ഷെ ആ സ്ഥലം കൂടി കാണാം, നമുക്ക് അങ്ങനെയും കൂടി കവർ ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, വരാൻ പറ്റും.
അപ്പോ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യാ, ഇങ്ങനെ ഒന്ന് തിങ്ക് ചെയ്തിട്ട് നോക്കിയിട്ടും കണ്ടിട്ടും ചെയ്യാ. നല്ല ട്രാവൽ ഏജൻസി ആയിട്ട് കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാ, ടിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ നോക്കുക. പിന്നെ സർവീസസ് മെയിൻ ആയിട്ട് നോക്കുക. അതുപോലെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ ഒരിക്കലും ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കരുതെന്നാണ് പറയാനുള്ളത്. അതിലൊരു കാര്യമൊക്കെ പറയാനുണ്ട്. എനിക്കൊരു കസ്റ്റമർ വിളിച്ചിട്ട് കാര്യം പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു മേക്ക് മൈ ട്രിപ്പ് എന്നാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. കസ്റ്റമർ കെയറിനെ വിളിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 20 മണിക്കൂറോ എന്നിട്ട് പറഞ്ഞു എന്നോട്. ഭയങ്കര ഒരു ലോങ് ഹവേഴ്സാ പറഞ്ഞത്. വിളിച്ചിട്ട് ഇതുവരെയായിട്ട് കണക്ട് ആയിട്ടില്ല. കണക്ട് ആയി കിട്ടുമ്പോ തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോട്ടൽ സെക്ഷൻ ആണെന്ന് പറഞ്ഞ് കട്ടാക്കുക, അല്ലെങ്കിൽ മറ്റുള്ള സെക്ഷൻസ് ആണെന്ന് പറഞ്ഞിട്ട്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഓൺലൈൻ വഴിയാണ് അവര് ടിക്കറ്റ് പർച്ചേസ് ചെയ്യുന്നത്. ഓൺലൈൻ വഴി ആയതുകൊണ്ട് ഓൺലൈനിൽ ആർക്കും ടിക്കറ്റ് എടുക്കാം. പക്ഷെ ഇത് ഇഷ്യൂസ് റീഇഷ്യൂ ക്യാൻസലേഷൻ വരുമ്പോഴാണ് ഓൺലൈനിന്റെ ഇഷ്യൂ മനസ്സിലാക്കുക. ഒരാളെ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരാൾക്ക് 100 പേരെ ഒരേ സമയം അറ്റൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇവർക്ക് എത്തിപ്പെടാൻ പറ്റൂല. പക്ഷെ ഒരു ട്രാവൽ ഏജൻസി ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ ഒരാൾ വർക്ക് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഇപ്പൊ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും. അതെ, അവർക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു അറേഞ്ച് ചെയ്യണം എന്നുള്ളതൊക്കെ ഉണ്ടാവും. മറ്റേത് എന്താണെന്ന ഒരു ഐഡിയ ഉണ്ടാവില്ല. ആരാണിത് ചെയ്യുന്നത്, ടോൾ ഫ്രീലി വെറുതെ കോൾ അറ്റൻഡ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്. എന്താണ് എങ്ങനെയാണ് ചോദിച്ചറിഞ്ഞിട്ട് വേണം അത് അവരെ അടുത്ത ആൾക്ക് ഹാൻഡ് ഓവർ ചെയ്ത് പിന്നെ അടുത്ത ആൾക്ക് ഹാൻഡ് ഓവർ ചെയ്ത് സമയം ബുദ്ധിമുട്ടായിരിക്കും. കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് അല്ലെങ്കിൽ ഓക്കെ അതിനല്ല. ഇപ്പൊ ഓൺലൈനിലും ട്രാവൽ ഏജൻസി ബേസിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഡിഫറൻസ് ഡിഫറൻസ് വരുന്നുള്ളൂ. അതിന് ക്രെഡിറ്റ് കാർഡൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ എമൗണ്ട് ഹ്യൂജ് എമൗണ്ട് കിട്ടിയാലും അവരെന്താക്കുന്നുണ്ട്, ആ എമൗണ്ട് ലാസ്റ്റ് സർവീസ് ചാർജ് ആയിട്ട് ആഡ് ആക്കുന്നുണ്ട്. അതാരും ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ അത്രയാണ് നമുക്ക് പറയാനുള്ളത്. ടിക്കറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് മാക്സിമം ഒരു ട്രാവൽ ഏജൻസി നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം. ഇതേപോലെയുള്ള ഐഡിയാസ് കാര്യങ്ങളൊക്കെ അവരെ കയ്യിലുണ്ടാവും. അത് വെച്ചിട്ട് അവർ ടിക്കറ്റ് പർച്ചേസ് ചെയ്ത് തരും. അപ്പോ ബൈ പറയല്ലേ. ബൈ.